എൻ്റെ പേര് സിൻഡ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ ലാസ്റ്റിൽ എനിക്ക് കണ്ണിനൊരു സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്തൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത്ഭുത ജപമാല അമ്മോട് പറഞ്ഞിട്ട് യൂട്യൂബിൽ അങ്ങനെ റെക്കോർഡഡ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു എപ്പിസോഡിൽ അച്ഛൻ പറഞ്ഞിരുന്നു, കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരും കണ്ണിൽ മരുന്ന് വയ്ക്കുന്നവരും പ്രാർത്ഥിച്ചോ, ഈശോ അവരെ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അത് നീ അന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് റിവ്യൂവിന് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചേക്കാളും റിസൾട്ടാണല്ലോ, ഞാൻ ഇത്രയും റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ അത്ഭുത ജപമാലയിൽ അച്ഛൻ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പിന്നെ അന്നത്തെ എപ്പിസോഡിൽ തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു, മുത്ത് എന്ന് വിളിപ്പേരുള്ള ഒരു വ്യക്തിയുടെ അലർജി മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് എന്നെ വീട്ടിൽ മുത്തെന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ എനിക്കാന്ന് വെച്ചാൽ തുമ്മലിൻ്റെ ഇതുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ ചിലപ്പോൾ കോളേജിൽ ബസ്സിൽ വെച്ചിട്ടായിരിക്കും. അങ്ങനെ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം രാവിലെ 10 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 2 മണി വരെ കണ്ടിന്യൂസ് തുമ്മി, എന്നിട്ട് വൈകുന്നേരം ബാക്ക് പെയിൻ വന്ന് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് എന്ന് വെച്ചാൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളം പറഞ്ഞു. പക്ഷെ അതെനിക്ക് ഇത്തിരി ഇതായിരുന്നു. കാരണം എല്ലാവർക്കും തുമ്മൽ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഒരുവിധം എല്ലാവരും മുത്തുനിന്ന് തന്നെ വിളിക്കുക. അപ്പം ഞാൻ അത് ഇത്തിരി ഡൗട്ട് അടിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എപ്പിസോഡിൽ അച്ഛൻ വീണ്ടും പറഞ്ഞു ഇതുപോലെ തന്നെ മുത്തെന്ന് വിളിപ്പേരുള്ള വ്യക്തിയെ അലർജി സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും നാളായിട്ടും എനിക്ക് ഏകദേശം ഇപ്പോൾ ഒക്ടോബറിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ 3-4 മാസമായി. അത് കഴിഞ്ഞ മാസം എൻ്റെ ഹസ്ബൻഡ് പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആള് കഴിഞ്ഞ മാസം ലീവിന് വന്നിരുന്നു. അപ്പോൾ ആള് കഴിഞ്ഞ മാസം നിന്റെ തുമ്മലൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ അല്ലാന്ന് വെച്ചാൽ ഇടയ്ക്ക് ഡെയിലി എന്ന് പറയണോണെങ്കിൽ ഈ തുമ്മലുള്ളതാണ്. ഇപ്പൊ തുമ്മല് തീരെയില്ല. കരങ്ങളടിച്ച് നന്ദി പറയാം. വലിയ സൗഖ്യമാണ് അത്ഭുതം കിട്ടിയത് കേട്ടോ.